ഞാൻ പോയി എൻ്റെ അമ്മനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും പോകാൻ വിടില്ല. ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വരുമ്പോഴേക്കും അങ്ങ് പോകട്ടെ. പേപ്പറിലൂടെ എഴുതി വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ പോയിട്ട് വിളിക്കാം. ബസ്സിന് പൈസ ഉണ്ടാവില്ലല്ലോ എവിടെ പോകുമ്പോഴും. ഇവിടെ ഞാൻ 10-20 വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ ഇത്? 20 രൂപ ഞാൻ വെച്ചതാണല്ലോ. എവിടെ വെച്ചാലും 1 രൂപ ഇവിടെ കാണാൻ കിട്ടില്ല. ഫോട്ടോയിൽ മറച്ച് ചില്ലറ പൈസ ഇട്ടില്ല. അതിലെത്രയുണ്ടെന്ന് നോക്കട്ടെ. 25 രൂപ ബസ്സിന് പോകണം. ഇതിൽ ആ ഓരോ രൂപൻ്റെ കോയിനേ ഉള്ളൂ. 25 വേണ്ടിയിട്ട് ബസ്സുകാർക്ക് കൊടുക്കാൻ പറ്റുമോ? എവിടെ പോകുമ്പോൾ എനിക്കാണെങ്കിൽ 1 രൂപ കിട്ടൂല്ല. എവിടെയെങ്കിലും ഞാൻ പൈസ എടുത്ത് വെച്ചാൽ അതിനെയൊക്കെ ഇങ്ങനെ തപ്പിപ്പെറുക്കി അങ്ങ് എടുത്തിട്ട് അങ്ങ് പോകും. വല്ലാത്തൊരു കഷ്ടകാലം. അപ്പോൾ എൻ്റെ അവിടെ ഇരിക്കട്ടെ. എന്തിനെങ്കിലും ആയില്ല. 1 രൂപ വേണം പറഞ്ഞാൽ ഞാൻ രാജിനെ വിളിച്ചിട്ട് അവൻ്റെ വല്ല പൈസ ഉണ്ടോ ചോദിക്കട്ടെ. ഹലോ, ആ രാജി, എടാ 100 രൂപ ഉണ്ടെങ്കിൽ തരുമോ? ഞാൻ എൻ്റെ അമ്മനെ ഒന്ന് കാണാൻ പോവുക. ആ ആയിക്കോട്ടെ, എന്നാൽ കൊണ്ടുവരുമോ? ആ ശരി. അല്ല, നീ എവിടെ പോവാ? ഞാൻ എൻ്റെ വീട്ടിലേക്കാ. എൻ്റെ അമ്മനെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മനെ കാണുന്നു? നീ അല്ലേ 2 മാസം മുന്നേ പോയി വന്ന്? ഇത് പൈസ വേണ്ടേ? നീ വല്ല പണിക്ക് പോകണ്ടോ? ഞാൻ രാജിനെ കൊണ്ട് 100 രൂപ ചോദിച്ചിട്ടുണ്ട്. അവളിപ്പോൾ കൊണ്ടുവരും. രാജിൻ്റെ അടുത്ത് കടം വാങ്ങിയിട്ട് നിന്റെ അമ്മനെ കാണണം. അപ്പോൾ അത് ആര് കൊടുക്കും? നിന്റെ അമ്മ കൊടുക്കുമോ? എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പൈസ വാങ്ങാൻ പോകുമല്ല, എൻ്റെ അമ്മനെ കാണാൻ പോവുക. ഇന്നലെ വീണെന്ന് പറഞ്ഞിട്ട് ആങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്ത് മനഃപൂർവ്വം പറയണ്ട, പറഞ്ഞെന്നെ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. പൈസയും കടമായിട്ട് നീ എവിടെയും പോയില്ല. ഇപ്പൊ ചോറൊക്കെ ആദ്യം. ചോറ് തരാനേ ഇവിടെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ മീൻ എന്തെങ്കിലും വാങ്ങിച്ച് കറി വെച്ചോളി. മീൻ വല്ലതും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. മീൻ വാങ്ങാൻ പൈസയും തന്നിട്ടില്ല. പിന്നെ ഇവിടെ പച്ചക്കറി ഒന്നുമില്ല. ദാരിദ്ര്യം പറയണ്ടടി. എത്ര തന്നാലും ഇല്ലോ. ഇത് മാത്രം എനിക്ക് പറയാനുള്ളേ. ദാരിദ്ര്യം പറയണ്ട അത്രേ. അതിന് നിങ്ങൾ ഇവിടുന്ന് വല്ല പണിക്കും പോകുന്നുണ്ടോ? 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ 1 ദിവസം പണി കിട്ടും. ആ പണി കിട്ടിക്കഴിഞ്ഞാൽ അതിന് 500 രൂപ ലോട്ടറി എടുക്കും, 300 രൂപൻ്റെ കള്ളും കുടിക്കും, 100 രൂപൻ്റെ മീനും വാങ്ങും, 50 രൂപയുടെ കയ്യിലും തരും. അതുകൊണ്ട് എന്താകും എന്ന് പറഞ്ഞിട്ടാ. പിന്നെ 3-4 ദിവസം പിന്നെ പണി ഉണ്ടാവില്ല. ആ റേഷൻ കടയിൽ അരി കിട്ടുന്നതുകൊണ്ടും ചോറ് മാത്രം അങ്ങനെ കഴിച്ചു പോകുന്നു. ആ മുരിങ്ങ മറിച്ച് കുറച്ച് മുരിങ്ങയുള്ളത് കൊണ്ടും. പറയണ്ട അത്ര ദാരിദ്ര്യം. ഇന്നലെ എനിക്ക് പണി ഉണ്ടായിരുന്നു. ഞാൻ മിനിഞ്ഞാന്ന് എനിക്ക് പണി ഉണ്ടായില്ല. മിനിഞ്ഞാന്ന് 100 രൂപ കൊണ്ടുവന്നില്ലേ? ആ പൈസ എവിടെ? ഞാൻ 100 രൂപ നിങ്ങളോട് തന്നിട്ടുണ്ടെങ്കിലേ ഇന്നലെ 50 രൂപൻ്റെ മീനും മേടിച്ചു. ബാക്കി പൈസക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി മേടിച്ചത്. അല്ലാണ്ട് മീൻ പച്ചവെളിച്ചിട്ട് പുഴുങ്ങിയോ നിങ്ങൾ തിന്നില്ലാലോ. നിർത്തറി അവിടെ. കിട്ടുന്ന പൈസ ഒളിപ്പിച്ച് വെക്കുക. നിന്റെ അമ്മയ്ക്ക് സുഖമില്ല, ആങ്ങൾക്ക് സുഖമുണ്ട്. അതുകൊണ്ട് കൊടുക്കാൻ പോലെ. മനുഷ്യ, രാവിലെ 5 കള്ളും കുടിച്ചുകൊണ്ട് വാഴ്ത്തൊന്ന് വല്ല വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ പൈസ കിട്ടുവാണോ എൻ്റെ അമ്മയ്ക്കും ആങ്ങൾക്കും അവിടെ ജീവിക്കാൻ? നിന്റെ അമ്മയും ആങ്ങളി ഇങ്ങനെ ഉണ്ടോ? വലിയ കോടീശ്വരന്മാർ. ഇന്ന 50 രൂപ മീൻ വാങ്ങി കറി വയ്ക്കാൻ നോക്കണേ. ഇപ്പൊ പോയി ഞാൻ മീൻ വാങ്ങാനോ? സമയത്രയെന്ന് പറഞ്ഞാ 10-10:30 മീൻകാർ വന്നു പോയില്ലേ? ഇപ്പൊ സമയം 1 മണിയാകാനായില്ലേ? ഇനി എവിടെ നിന്ന് മീൻ കിട്ടാനാ? ഇരവങ്കൂര് ടൗണിൽ പോടി. അവിടെ ഇഷ്ടംമാതിരി മീനുണ്ട്. നീ മീനുമായി കറി വെച്ചിട്ട് വേണ്ടല്ലേ ഞാൻ ഉണ്ടാകുന്നു. നിങ്ങളുടെ ഈ 50 രൂപയും കൊണ്ട് ഞാൻ 1 കിലോമീറ്ററോളം നടന്നു പോയിട്ട് മീനും വാങ്ങിയിട്ട് കറി വെച്ച് തരല്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ കയ്യും കാലിനും ഒരു കുഴപ്പമില്ലല്ലോ. പോയി വാങ്ങിയിട്ട് വേണ്ടേ പതുക്കെ കറി ഉണ്ടാക്കി ചോറിട്ട് അവിടെ കിടന്നോളെ. ഞാൻ പോകുക. അങ്ങനെയാണ് സ്നേഹമുള്ള ഭാര്യമാർ ചെയ്യുക. ഇവർക്ക് പൈസ മാത്രം മതി. വിവരക്കേട് വിളിച്ച് പറയല്ലേ മനുഷ്യ. എന്തെങ്കിലും ഒരു ദിവസം ഒരു 500 രൂപ തികച്ചു എൻ്റെ കൈ കൊണ്ടാൽ നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ? വിരല് ചൂടി സംസാരിക്കണ്ടേ. 500 രൂപ തികച്ചുന്നുണ്ടല്ലോ. നിന്റെ ആങ്ങളെയാണ് കൊടുക്കുന്ന നടത്തുന്നത്. വാ വനജേ. ആ ലതികേ, എനിക്ക് പൈസ കൊണ്ടുവന്നല്ലേ. നീ എന്തേ ഇത്ര നേരം? ഞാൻ എത്ര സമയം അറിയാം പൈസയും കൊണ്ട് അവിടെ നിൽക്കുന്നതിന് കാണാതിരുന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാ. മൂപ്പര് ചോറ് കഴിക്കാൻ വരുവേ, അതാ ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. ഞാൻ പോകുന്നില്ലടോ. ഇല്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചോദിച്ചു തരുന്നു പൈസ. ഇല്ല, എന്തോ ഞാൻ നാളെ പോകാമെന്ന് വിചാരിച്ചു. നീ പൈസ വേണ്ട. നീ ഇപ്പോൾ തന്നു കഴിഞ്ഞാലേ എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല. അയ്യോ, അപ്പം മൂപ്പര് പൈസ ഒന്നും തരുന്നുണ്ടാവില്ലല്ലേ കുടുംബത്തിൽ? മോനൊന്നും അയച്ചു തരുന്നില്ല? അവനൊന്നും അയച്ചു തരില്ലടോ. എൻ്റെ നല്ലൊരു സൂപ്പർ മാർക്കറ്റിലെ പണിയും കളഞ്ഞിട്ട്
ഞാൻ അവൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഇരുന്നതല്ലേ. രണ്ടാളും ജോലിക്ക് പോകുകയല്ലേ അമ്മേനി ജോലി പണിക്കൊന്നും പോകണ്ട, എൻ്റെ കുഞ്ഞിനെ നോക്കി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു പണിയും കളഞ്ഞ് ഞാൻ വെറുതെ ഇരുന്നു. ഇപ്പം എന്തായി, കുഞ്ഞ് വലുതാവുകയും ചെയ്തു, സ്കൂളിൽ പോകുകയും ആയപ്പോൾ അവരവരുടെ പാടം നോക്കി വേറെ വീടെടുത്ത് താമസിക്കുകയും ചെയ്തു. ഇപ്പം ഞാനാകപ്പാടെ 1 രൂപ വരുമാനവുമില്ല, അന്തം വിട്ട പോലെയായി. ആ പണി ഇനി എനിക്ക് തിരിച്ചു കിട്ടും തോന്നുന്നില്ല. ഞാൻ കുറേ ചോദിച്ചു നോക്കി, അവിടെ ആളെടുത്തിരിക്കണം അത്ര വേറെ. പിന്നെ അവർ വേറെ പണിക്ക് ആളെടുക്കാതിരിക്കുമോ? നീ ഇപ്പോൾ 3-3.5 വർഷമായില്ലേ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്? എന്നാൽ അവന് തോന്നണ്ടേ എൻ്റെ അമ്മ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അമ്മൻ്റെ പണി കളഞ്ഞിരുന്നതാണെന്ന്. അവൻ്റെ അച്ഛൻ്റെ സ്വഭാവം നല്ല പോലെ അവനറിയില്ലേ. എപ്പോഴെങ്കിലും ഒരു പണി കിട്ടും, അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നതല്ലേ, കുറേ ലോട്ടറിയും എടുക്കും, കള്ളും കുടിക്കും. 50-100 തന്നിട്ട് എന്താകൂടെ ഒരു കുടുംബത്തിൽ. ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം പറഞ്ഞാൽ ഒരു വഴിയില്ല, ഒരു ഡ്രസ്സ് എന്തെങ്കിലും എടുക്കണം പറഞ്ഞാൽ, ഒരു അടിവസ്ത്രം എടുക്കാൻ പോലും ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു വഴിയില്ല. എന്ത് മക്കളടോ ഇതുകളിലേക്കാണോ? കുറച്ച് ചെറുതായിട്ടൊന്നും അറിഞ്ഞതാണെങ്കിൽ എൻ്റെ പണി കളഞ്ഞിട്ട് ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഇരിക്കില്ലായിരുന്നു. അവരാരെങ്കിലും പണിക്കാരന് വിട്ടോട്ടെ എന്ന് ഇരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ നമ്മുടെ മക്കൾ നമ്മളോട് പറയുമോ, അമ്മേ നിങ്ങൾ ഞങ്ങൾക്ക് തൽക്കാലമേ വേണ്ടിയുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, പിന്നെ ഞങ്ങളുടെ പാടം നോക്കി പോകുന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ നമ്മൾ കുട്ടിനെ നോക്കാൻ വേണ്ടി ഇരിക്കുമോ? അതൊക്കെ അവരൊരു ഐഡിയ അല്ലടോ. അതൊക്കെ അവർ നേരത്തെ കൂടി കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. അവരുടെ കാര്യം കഴിഞ്ഞ് കുഞ്ഞും വലുതായപ്പോൾ അവരുടെ പാടം നോക്കിപ്പോയി, അത്രയേ ഉള്ളൂ. നീ ഇപ്പം അതൊന്നും നോക്കണ്ട, വേറെ എന്തെങ്കിലും ഒരു പണി നോക്കിയിട്ട് തൽക്കാലം പോകാൻ നോക്ക്. ചിലവ് കഴിയണ്ടേ, കുടുംബത്തിൽ കാര്യങ്ങൾ നടന്നു പോകണ്ടേ. മൂപ്പര് പുറത്തു പോയതായിരുന്നു. വരുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങാൻ വിചാരിച്ചു. അവിടെ പോയിട്ട് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോഴത്തേക്കും വന്നതിന് പോകാൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. ഇപ്പോൾ 1-2 പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ. നീ പോയി കഴിഞ്ഞാൽ അവിടെ വന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. എനിക്കാവില്ല. നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ മോനോട് ചിലവിലുള്ള പൈസ അയച്ചു തരാൻ പറയും. അതെന്താ അവൻ അച്ഛനും അമ്മയൊന്നും വേണ്ടേ? അവൻ തനിയെ പൊട്ടിമുളിച്ചുണ്ടായതാ? അവനൊന്നും തരില്ലടോ. വെറുതെ നാണം കെടാൻ വേണ്ടിയിട്ട് വെറുതെ എന്തിനു വിളിച്ച് ചോദിക്കുന്നത്? ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചതാണ്. എനിക്ക് കാല് സുഖമില്ലാണ്ട് കുറച്ച് എണ്ണയും തൈലൊക്കെ വാങ്ങിക്കണം, എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ 10-500 താഴെ മോനെ അല്ല ആരെങ്കിലും കൊടുത്തു വിടുന്നൊക്കെ പറഞ്ഞിട്ട് 5 പൈസ തന്നില്ല. പിന്നെ വിളിച്ച ഫോൺ പോലും എടുക്കാണ്ടായി. പിന്നെ നമ്മൾ ആരുടെ അടുത്തെങ്കിലും ഇറന്നാലും നിങ്ങളുടെ മക്കളുടെ അടുത്ത് ചോദിക്കില്ല എന്ന് വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10-250 ശമ്പളം ഉണ്ടെങ്കിൽ മതി, അത്രയെങ്കിലും മതി എനിക്ക്. അത് കിട്ടിയാൽ ഇപ്പോൾ വലിയ കാര്യമാണ്. എനിക്ക് 500 രൂപ എനിക്ക് ആ സൂപ്പർ മാർക്കറ്റിന് ദിവസം തന്നത്. അത്രയും നല്ലൊരു പണി ഞാൻ കളഞ്ഞില്ല വിചാരിച്ചിട്ട് എനിക്ക് സങ്കടമായി പോകും. ഇപ്പോൾ ഒരു 50 രൂപയ്ക്ക് പോലും ഒരു ഗതിയില്ലാത്ത അവസ്ഥയായി. ഇനിയിപ്പോൾ നിൻ്റെ മോൻ ഇങ്ങനെ ഇപ്പം ഞങ്ങളുടെയൊക്കെ നല്ലത് പറയാം. ഇന്നത്തെ കാലത്ത് ഓരോ അച്ഛനമ്മമാർക്കും ധൈര്യമില്ല കേട്ടോ. ഇനിയൊക്കെ അതൊക്കെ വളർന്ന് വലുതായി കല്യാണം കഴിച്ച എന്താ അവസ്ഥ എന്ന് ആർക്കറിയാം. നീ സമാധാനിച്ചിരിക്കടോ, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ഞാൻ പോകട്ടെ എന്നാ. ശരി ലതിക എന്നാ. ചേച്ചി ചേച്ചി ഞാനേ ചുരിദാർ മാക്സി എല്ലാം കൊണ്ടുവന്നതാ. കുറേ ആയില്ല എൻ്റെ അടുത്ത് തുണിയൊക്കെ എടുത്തിട്ട്. ചേച്ചി 2 മാക്സി എടുക്ക്, അല്ലെങ്കിൽ ചുരിദാർ എടുക്ക്. വേണ്ട ഖദീജ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ഇതെന്താ ചേച്ചി വേണ്ടെന്ന് പറയുന്നത്? വേറെ ആരോടെങ്കിലും എടുക്കുന്നുണ്ടാവും അല്ലേ? സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് എത്ര ഡ്രസ്സ് എൻ്റെ അടുത്ത് എടുത്തതാ. ഇപ്പോൾ കുറേ ആയിട്ട് ഒരെണ്ണം എടുക്കുന്നില്ല. നോക്ക് എന്ത് നല്ല മാക്സികളാ. ഇത് നല്ല ചുരിദാർ. ഞാൻ അങ്ങോട്ട് പോകാൻ നിന്നതാ. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇങ്ങോട്ട് പോകാൻ ചേച്ചി ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ. എന്തെങ്കിലും ഒന്നെടുക്ക് ഖദീജ. ഞാൻ എടുക്കാൻ നിൻ്റെ അടുത്ത് മാത്രമല്ലേ എടുക്കുള്ളൂ. നീ എത്രയായി എന്നെ കാണാൻ തുടങ്ങിയിട്ട്? അതൊന്നുമല്ല, ഇപ്പോഴത്തെ സാഹചര്യം കുറച്ച് മോശമോ, അത് കാരണമാണ് കേട്ടോ. വേറെ ഒന്നും വിചാരിക്കരുത്. എന്ത് ചേച്ചി, പൈസ എന്തെങ്കിലും വേണോ? എനിക്ക് പൈസയൊന്നും വേണ്ടടോ. ഞാനിപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, പണിയൊന്നും ഇല്ലാണ്ട്. നീ ഡ്രസ്സ് എടുക്കുന്ന ഷോപ്പിൽ നിന്ന് ഒരു 10-15 മാക്സി എനിക്കും കട കൊടുത്ത് തരുമോ? കച്ചവടം ചെയ്യേ, ഞാൻ വിറ്റിട്ട് പൈസ നിൻ്റെ കയ്യിൽ തരാം. അതെന്താ ചേച്ചി കച്ചവടത്തിന് ഇറങ്ങാനാ? എന്തിനാണ് ചേച്ചി ഇതും കൊണ്ട് എത്ര നടക്കണറിയോ? എനിക്കാണെങ്കിൽ നടന്ന് മനുഷ്യൻ മതിയാവുന്നു. ഇപ്പം ഓരോ വീട്ടിൽ പോയാലും ആളുണ്ടാവില്ല, അത്യാവശ്യം വീട്ടുകളിൽ ആളുണ്ടാവുള്ളൂ. ഇപ്പം അധികം കച്ചവടമൊന്നുമില്ല. പിന്നെ എൻ്റെ ഇക്കാക്കൻ്റെ മസാലപ്പീടിയിൽ ഒരാൾ വേണം. അവിടെ 2 ലേഡീസ് പണിയെടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് കുറേ ആയി പറയുന്നു നീ ആരോടെങ്കിലും ഒന്ന് പറയും ഒരാൾ വേണം എന്നുള്ളത്. അവിടെ ചേച്ചി പോകുമോ?
പിന്നെ കൂലിയില്ലേ 500 ഇല്ല കേട്ടോ. ആദ്യം 350, പിന്നീട് കുറച്ച് കൂട്ടിത്തരും തോന്നുന്നു. ഇപ്പോൾ അവർക്ക് 500 ഉണ്ട്. അവരൊക്കെ വന്നിട്ട് 3-4 വർഷമായി. ചേച്ചിക്ക് 350 രൂപ കൂലി മതിയെങ്കിൽ നാളെ തുടങ്ങി പോയിക്കോ. ഞാൻ ഇന്ന് തന്നെ വിളിച്ച് പറയാം. ഞാൻ നാളെ തന്നെ പോകാം. എന്നാൽ വിളിച്ച് പറയുമോ? എന്നാൽ ചേച്ചി ഒരു കാര്യം ചെയ്യ്, നാളെ ഒരു 8-8:30 ആകുമ്പോഴേക്ക് റെഡി ആയിരുന്നു. ഞാൻ ഇന്ന് തന്നെ വിളിച്ച് പറയാം പോയിട്ട്. ചേച്ചി നമ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ കേട്ടോ. ഞാൻ എന്നാൽ പോകട്ടെ. ആയിക്കോട്ടെ. എന്നാൽ ഇനി 1-2 സ്ഥലത്തുകൂടി കയറാനുണ്ട്. ശരി ചേച്ചി എന്നാൽ.